ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുമ്പോൾ തന്നെ ട്രെയിൻ യാത്രകളാകും നമ്മുടെ മനസ്സിലേക്ക് എത്തുക. എന്നാൽ യാത്രാ ടിക്കറ്റ് വഴിയല്ല ഇന്ത്യൻ റെയിൽവേക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. അത് ചരക്ക് നീക്കം വഴിയാണ്. വാഹനങ്ങളുടെ നീക്കത്തിലും റെയിൽവേക്ക് നിർണായക പങ്കുണ്ട്. കാറുകളടക്കമുള്ള വാഹനങ്ങളുടെ ട്രെയിൻ വഴിയുള്ള നീക്കം കൂടുതൽ സുഗമമാക്കുന്നതിന് പ്രത്യേക വാഗണുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ റെയിൽവേ. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള റെയിൽവേ ബോർഡ് ഫോർ ഓപ്പറേഷൻസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് അംഗമായ ഹിതേന്ദ്ര മൽഹോത്രയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വാഹനങ്ങൾ കൂട്ടത്തോടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് റോഡ് മാർഗത്തേക്കാൾ കാര്യക്ഷമവും ചിലവ് കുറഞ്ഞതും പ്രകൃതി സൗഹൃദമായ മാർഗവും റെയിൽവേ തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല. ഈ ഒരു സാധ്യതയെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ കൊണ്ടുപോകുന്നത് പ്രത്യേകമായി നിർമ്മിച്ച വാഗനുകൾ നിർമ്മിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. കൂടുതൽ കാറുകൾ ഉൾക്കൊള്ളാനാകുന്ന റാക്കുകളും SUV കൊണ്ടുപോകാനാവുന്ന ഡബിൾ ഡെക്കറുകളും എത്തുന്നതോടെ വാഹനങ്ങൾ കൊണ്ടുപോകുന്നത് കൂടുതൽ എളുപ്പവും കാര്യക്ഷമവുമാവും. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചർ സംഘടിപ്പിച്ച 11ാമത് ഓട്ടോമോട്ടീവ് ലോജിസ്റ്റിക്സ് കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഹിതേന്ദ്ര മൽഹോത്ര ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തെ ചരക്കു നീക്കത്തിന് കൂടുതലായി റെയിൽവേ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ആരംഭിച്ചിട്ടുള്ളത്. ആകെ ചരക്ക് നീക്കത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ പങ്ക് 2016 1.5% ആയിരുന്നത് 2024 24% കുതിച്ചുയർന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യൻ റെയിൽവേ വഴി 1617 ദശലക്ഷം ടൺ ചരക്ക് നീക്കം നടന്നുവെന്നാണ് കരുതപ്പെടുന്നത്. ചരക്കു നീക്കം 3000 ടണ്ണാക്കി ഉയർത്തുകയാണ് റെയിൽവേ ലക്ഷ്യം വെക്കുന്നത്. കൂടുതൽ വാഹനങ്ങൾ റെയിൽവേ വഴി കൊണ്ടുപോകാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ശ്രമങ്ങൾക്ക് വാഹന നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും അനുകൂല പ്രതികരണമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനിയായ മാരുതി സുസുക്കി അവരുടെ മനേസർ ഫാക്ടറിയിൽ ആരംഭിച്ചത് റെയിൽ സൗകര്യം കൂടി കണക്കിലെടുത്തായിരുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ 5,18,000 കാറുകൾ റെയിൽവേ വഴിയാണ് മാരുതി സുസുക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചത്. 2030 സാമ്പത്തിക വർഷം പൂർത്തിയാവുമ്പോഴേക്കും ആകെ വാഹനങ്ങളിൽ 35%, അതായത് 1.4 ദശലക്ഷം വാഹനങ്ങൾ റെയിൽവേ ഉപയോഗിച്ച് കൊണ്ടുപോവുകയാണ് മാരുതി സുസുക്കിയുടെ ശ്രമം. 2024 ആകെ വാഹന നീക്കത്തിന്റെ 26% റെയിൽവേ വഴി നടത്താൻ ഹുണ്ടായ് മോട്ടോഴ്സ് ഇന്ത്യക്കും സാധിച്ചിരുന്നു. സർക്കാരിന്റെ PMGS NVP പദ്ധതിയിൽ 19 വാഹന നിർമ്മാണ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വാഹന ഭാഗങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് റെയിൽവേ സേവനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ കാറുകൾ ഉൾക്കൊള്ളും വിധം സവിശേഷമായി നിർമ്മിച്ചവയാണ് ഡബിൾ ഡെക്കർ വാഗണുകളായ ബോഗി കവേർഡ് ഓട്ടോ കാർ ബൈ ലെവൽ വാഗണുകൾ. ഓട്ടോ കാർ ഡാളർ ഡബിൾ ഡെക്കർ വാഗണുകളുടെ SUV അടക്കമുള്ള കാറുകൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കാനാവും. ഇന്ത്യൻ റെയിൽവേക്ക് അതിൽ പ്രധാന പദ്ധതിയുണ്ട്. കാറുകൾക്ക് പുറമെ ഇരുചക്ര വാഹനങ്ങൾക്കും ട്രാക്ടറുകൾക്കും മറ്റ് വ്യാവസായിക വാഹനങ്ങളുമെല്ലാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ റെയിൽവേയെ ഉപയോഗിക്കാൻ വാഹന നിർമ്മാതാക്കൾക്ക് സാധിക്കും. ഇതിന് വാഹന നിർമ്മാതാക്കളെ സഹായിക്കാനാണ് ഓട്ടോമൊബൈൽ ഫൈറ്റ് ട്രെയിൻ ഓപ്പറേറ്റർ പദ്ധതി. വാഹന നിർമ്മാതാക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതോടെ കൂടുതൽ വാഹന നിർമ്മാതാക്കൾ ചരക്കു നീക്കത്തിനായി ഇന്ത്യൻ റെയിൽവേയെ ആശ്രയിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ട്. ഇതെന്തായാലും നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്.